നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ സ്പാനിഷ് സർവൈവൽ ത്രില്ലർ ചിത്രമാണ് സൊസൈറ്റി ഓഫ് സ്നോ. ഇത് നമ്മുടെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഒരു 2004 ഈ സുനാമിയായിട്ട് ബന്ധപ്പെട്ട് കാണിച്ച അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു സർവൈവൽ ത്രില്ലർ സിനിമ. ജയബയോനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതേ ഡയറക്ടർ തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു സിനിമ കാണാനുള്ള മറ്റൊരു കാരണങ്ങളിൽ ഒന്നും അതുകൂടിയായിരുന്നു എന്ന് പറയാം. സോ അങ്ങനെ ഈ ഒരു സർവൈവൽ ഡ്രാമാസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാറുണ്ട്. അതേപടി തന്നെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സൊസൈറ്റി ഓഫ് സ്നോ. 1972 ഒരു ഉറുഗ്വൻ ഫ്ലൈറ്റ് മഞ്ഞു മൂടിയ ആൻഡീസ് മൗണ്ടൻസിൽ ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. സോ അവിടെ നിന്ന് എങ്ങനെ കുറച്ച് പേര് സർവൈവ് ചെയ്യും എന്നാണ് ഈ സിനിമ കാണിച്ചിരുന്നത്. യഥാർത്ഥ ഒരു സംഭവത്തെ ആസ്മയ്ക്ക് പുറത്തിട്ടുള്ള സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ അതിലെ ഇവൻറ്റ്സ് ചിലതൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്രയും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറി ലൈനിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ആ ഒരു ടെറൈനാണ്. ആ ഒരു ടെറൈൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇവരെവിടെയാണ് പെട്ടുകിടക്കുന്നത് എന്നുള്ളത്. സോ മറ്റേ ഇമ്പോസിബിൾ എന്നുള്ള പടം പറഞ്ഞ പോലെ തന്നെ സുനാമിയിൽ നിന്നൊക്കെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ ഒരു സിനിമ സെറ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു മൗണ്ടൻസും ഈ ഒരു ടെറൈൻ കാണിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇവരെ രക്ഷപ്പെടാനുള്ള ചാൻസ് അല്ലെങ്കിൽ ചാൻസ് ഓഫ് സർവൈവൽ ഈസ് അറൗണ്ട് 0. സോ അവിടെ എങ്ങനെയാണ് ഇവർ സർവൈവ് ചെയ്തത് എന്ന യഥാർത്ഥ സംഭവത്തെ വളരെ നീറ്റായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കാണിക്കുന്നുണ്ട്. ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണ്, ദിവസങ്ങൾ പോയി ചിലപ്പോൾ മാസങ്ങളാവും. സോ എങ്ങനെ അവർ സർവൈവ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ മിസ്റ്ററി ആയിരുന്നു. അതിൻ്റെ ഒരു പ്രോപ്പർ ഉത്തരമാണ് നമുക്ക് ഇതിൽ തരുന്നതെന്ന് പറയാം. സോ എത്രത്തോളം ട്രൂ നേച്ചറിനോട് അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന ചോദ്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു സിനിമ കാണുന്നു എന്നുള്ളൊരു മൈൻഡോട് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കുറച്ച് മെല്ലെയാണ് ഇതിൻ്റെ പോക്ക്. കാരണം ഒറ്റയടിക്ക് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ഇനീഷ്യലി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ക്യാരക്ടേഴ്സ് എടുക്കുന്ന കുറേ ഡിസിഷൻസ് ഉണ്ട്. ഇതിലൂടെയൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. ദെൻ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുത്ത് കഴിയുമ്പോഴാണ് ഇവരുടെ ഒരു മൊത്തത്തിലുള്ള ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നത്. പോരാ തന്നെ അവരുടെ ഒരു ടീം വർക്ക്, അവരുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത്, ഇതിനൊക്കെ തന്നെ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ ഒരു സർവൈവൽ ത്രില്ലർ എന്ന രീതിയിലല്ല, ഒരു സർവൈവൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയും ഈ ചിത്രത്തെ. ദെൻ ഇത് ഇംഗ്ലീഷ് അല്ല, സ്പാനിഷ് ആണ്. നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇതിൻ്റെ ഇംഗ്ലീഷ് ഡബ് കൂടി അവൈലബിൾ ആണ്. ഇതിന് മേക്കിംഗ് കാരണം ശരിക്കും നമ്മൾ ആ സ്ഥലത്ത് പെട്ട പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് നേച്ചർ അതിപ്പോൾ സൗണ്ടിൽ കൂടെ ആയാലും വിഷ്വലിൽ കൂടെ ആയാലും ഇവർക്ക് തരാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്ത് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.